ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്. ഇതെനിക്ക് എൻ്റെ നൈബർ പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. അവരുടെ വീട് ആന്ധ്രാപ്രദേശിലാണ്. അവർ അവിടെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശയാണെന്നാണ് പറഞ്ഞത്. ഈ ദോശ നമ്മൾ ഉണ്ടാക്കുന്നത് ചെറുപയർ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെറുപയർ ദോശ തയ്യാറാക്കുന്നത് നോക്കാം. ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ചെറുപയർ രാത്രി തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോഴേക്കും ഇത് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ ദോശമാവിൻ്റെ പരുവാണ് കേട്ടോ. നല്ല ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ ഇത് ചട്ടിയിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാനിവിടെ ഈ ചെറുപയർ എടുത്ത ഗ്ലാസ്സിന് 1/2 കപ്പിലും കുറവായിട്ടാണ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ദോശ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എണ്ണ പുരട്ടുന്നില്ല. ഇതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് വെരി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 30 സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മുടെ ദോശ റെഡി ആയിട്ട് കിട്ടും. നോക്കൂ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്, ഹെൽത്തിയാണ്. ഇനി ഇതിലേക്കുള്ള ചട്നി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 2-3 അല്ലി വെളുത്തുള്ളി, ആവശ്യത്തിന് മല്ലിയില, ഇവയെല്ലാം അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ ദോശയും ചട്നിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെയും ഒരു ദോശയുണ്ടെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ചെറുപ്പം മുതൽ തന്നെ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ശീലമായിക്കോളും. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടെ കാണും, അതും പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.